ഇറങ്ങി പോണതിന്റെ കടയിൽ എന്താ മലയാളി പ്രശ്നം? ഇത് നോക്ക്, രണ്ടു മൂന്ന് മാസമായിട്ട് ഇതിന്റെ റെന്റ് ഇതാക്കിയിട്ടില്ല. എത്ര ആൾ ഈ പലചരക്കുള്ള പൈസ കൊടുത്തിട്ടില്ല. ഇതൊക്കെ എന്ത് ചെയ്യാന്? ഇജ്ജ് പറയും, അന്നേ വരെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. ഇതൊക്കെ ഞാൻ എവിടെ എടുത്ത് കൊടുക്കാനാ? നിങ്ങൾ കാര്യം അറിയാതെ ഒന്നും പറയരുത്. പിന്നെ ഞാൻ പറയാതിരിക്കൂലേ? നിങ്ങളെ രണ്ടുപേരെ കട ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. നാട്ടിൽ പോയി വരുമ്പോഴേക്കും വാടക പെൻഡിങ്, ഇവിടെ പലചരക്ക് പച്ചക്കറിക്കൊക്കെ പൈസ കൊടുക്കാണ്ട്. ഇതൊക്കെ ഞാൻ എവിടെ എടുത്ത് കൊടുക്കാനാ? ഇവിടെ ഞാൻ എങ്ങനെ പറയാതിരിക്കും? ഇവന് ഷോപ്പ് അടച്ചു പോകുമ്പോ കൗണ്ടറിൽ നിന്ന് ക്യാഷ് എടുത്ത് പോണത് ഞാൻ നാട്ടിൽ നിന്ന് CC ക്യാമറ ഇട്ട് കണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ തിരിച്ചെത്തിയപ്പോ ഇവൻ ഡയറക്റ്റ് ആയിട്ട് എടുക്കണ പറഞ്ഞത് ശരിയായില്ലേ? ജീരകവിടെ വെച്ചോ, എനിക്ക് പണിയൊന്നുമില്ല, പോയി ചെല്. ഞാൻ ചെയ്യാത്ത കാര്യം എന്റെ മേലെ അടിച്ചേൽപ്പിക്കുക. ഇജ്ജ് വല്ലാണ്ട് ചിലക്കണ്ട. എന്റെ ഒരു ജോലി വേണ്ട, ഒരു കോപ്പും വേണ്ട. ഇറങ്ങി പോടന്റെ കടയിൽ. ചങ്ങായിനെ ഒഴിവാക്കിയടാ. എന്താണ് ഇത് മാറിക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടങ്ങളെ, നിങ്ങള് പോകുമ്പോണ്ടായിരുന്ന ഫുള്ള് കടകളെ ആള് തീർത്തി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു പൈസ ആള് ഗ്യാസിന് കൊടുക്കാനുള്ളതാണ്. അതുകൂടി മാറ്റി വെക്കാനുണ്ടായിരുന്നു. അതുകൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ആരും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. കൃത്യം മനസ്സിനെ കുറ്റപ്പെടുത്തരുത്. വിഷമായി പോട്ടെ ഇത് അയാൾക്ക്. ക്ഷമ ചോദിക്കാൻ വരുന്ന എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി, നിങ്ങളെ ക്ഷമിക്ക്. നിങ്ങൾ വീണ്ടും കടയ്ക്ക് വരും. ഇനി ഞാനവിടെ നിന്നാലും മനസ്സിന് ഒരു വിഷമാവും. എന്റെ ഭാഗത്തുനിന്ന് അറിയാതെ പറ്റിയൊരു തെറ്റ്. എന്നോട് ദേഷ്യം ഉണ്ടോ? ഇല്ലില്ല, ഒരു ദേഷ്യം എന്നോട് ഒരിക്കലും ഒരു ദേഷ്യം ഉണ്ടാവില്ല. ഞാൻ വെറുതെ മൂപ്പരാളെ സംശയിക്കും ചെയ്ത് കുറെ ചീത്ത അറിയുകയും ചെയ്തില്ലേ? ഓരോ വാക്കുകൾ പറയുമ്പില്ലേ, അത് നമ്മൾ സൂക്ഷിച്ചിട്ട് പറയണം. എന്ന് വെച്ചാൽ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അവൻ അറിയാത്ത കാര്യത്തിലാണ് മുതലാളി നമ്മളാ തൊഴിലാളിനോട് ചൂടായത്. പക്ഷെ ആ തൊഴിലാളി സത്യസന്ധതാണ് കേട്ടോ. ആ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത സംഭവം ഇങ്ങനെ വെറുതെ പറയാൻ പാടില്ല. ഓക്കെ, അതിനെ മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഒരിക്കൽ ഒരാളെ ഒരു വാക്കുകൊണ്ട് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം, അത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു മെസ്സേജ് വിടും, അത്രയേ ഉള്ളൂ. ഓക്കെ.